ഇന്നെൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു നെയ്യപ്പത്തിൻ്റെ കഥ പറയാനാട്ടോ ഓണേ. അപ്പോൾ ഇന്നെന്തോ നേരം വെളുത്തപ്പോൾ തന്നെ നെയ്യപ്പം നിന്നുള്ള കൊതിയോടെയാണ് നീറ്റ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉണ്ടായിരുന്ന കുറച്ച് പച്ചരി എടുത്തിട്ട് കുതിർക്കാനായിട്ട് ഇട്ടു. അങ്ങനെ 4-5 മണിക്കൂർ കട്ട വെയിറ്റിങ്ങിന് ശേഷം എന്ത് ചെയ്തു, കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയും കുറച്ച് ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അതിലേക്ക് ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇത് ഞാനൊരു 2-3 ചാനൽ നോക്കിയിട്ടാട്ടോ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിലവർ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഒരു ഇച്ചിരി ഗോതമ്പ് പൊടി കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരം കുറവാന്ന് തോന്നിയോണ്ട് തന്നെ ലാസ്റ്റ് ബാക്കി വന്ന കുറച്ച് ശർക്കര പാനിയും കൂടി അതിൽ ചേർത്ത് കൊടുത്തു. അപ്പം ഇച്ചിരി ലൂസായി തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പാകമായി എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്തു, ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. ഇത് ചുട്ടെടുക്കണം. ചുടുമ്പോൾ നന്നാവും എന്നുള്ള ദൈവത്തിനറിയാം. ഒരു പ്രതീക്ഷയില്ലാതെ കേട്ടോ ചുട്ടു തുടങ്ങിയത്. ഇനിയിപ്പോൾ നന്നായാലും വേണ്ടില്ല, നന്നായില്ലെങ്കിലും വേണ്ടില്ല, ആ ഒരു ടേസ്റ്റെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു തോട്ടിലാണ് തുടങ്ങിയത്. നെയ്യും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ചേർക്കാൻ മറന്നുപോയി. നല്ല കിഴുക്കി വൃത്തിയാക്കി നല്ല എള്ളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയതാ ഗൈസ്. പിന്നെ ഉപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതും ആവശ്യത്തിനൊക്കെ ചേർത്തേക്കണം. ഞാൻ ഇട്ട സമയത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ തന്നെ പേറ്റിപ്പോയി ഗൈസ്. എൻ്റെ ഫസ്റ്റത്തെ നെയ്യപ്പാണത്. എന്ത് അടിപൊളിയായിട്ട് അത് പൊങ്ങി വന്നതെന്നറിയോ. പിന്നെ അത് ഉണ്ടാക്കാനുള്ളൊരു ത്വരയായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ വീണ്ടും 1, 2, 3, 4 അങ്ങനെ ഞാനൊരു 5-6 നെയ്യപ്പം അങ്ങ് ചുട്ടെടുത്തു. ഇത് ഉണ്ടാക്കിയ ദിവസം അമ്മയും അച്ഛനും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് 2 ഞാൻ എടുത്തിട്ട് നേരെ ഉമ്മാക്ക് തന്നെ കൊണ്ടു കൊടുത്തത് കേട്ടോ. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരാൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ, അത് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പൊന്നൂസിൻ്റെ ഫേവറേറ്റ് ആയിട്ടാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആസ്വദിച്ചതങ്ങ് കഴിച്ച് നിർവൃത്തി അണിഞ്ഞു ഗൈസ്.